സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആധിപത്യം തുടർന്ന് കണ്ണൂർ 1013 പോയിന്റാണ് കണ്ണൂരിന്. 1008 പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്തും 1003 പോയിന്റുമായി കോഴിക്കോട് മൂന്നാം സ്ഥാനത്തും തുടരുന്നു. 2 മത്സര ഇനങ്ങളാണ് ഈ ബാക്കിയുള്ളത്. നടരാജ് പരശുറാം ചേരുന്നു വിരലുമായി. നടരാജ്, ഇനി പൂർത്തിയാവാനുള്ള മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ്? ജിംസ്, അവസാന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 1013 പോയിന്റുമായി കണ്ണൂർ ഏതാണ്ട് കപ്പ് ഉറപ്പിച്ച സ്ഥിതിയാണെന്ന് പറയാം. 117 പവന്റെ സ്വർണ്ണക്കപ്പ് ഇത്തവണ കണ്ണൂരിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 5 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 1008 പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്തുണ്ട്. കോഴിക്കോട് 1003 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. പാലക്കാടാവട്ടെ 998 പോയിന്റുമായി 4ാം സ്ഥാനത്തും. കൊല്ലം 5ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം. വഞ്ചിപ്പാട്ട് വേദിയിൽ വഞ്ചിപ്പാട്ട് മത്സരമാണ് നടക്കുന്നത്. ബാക്കി മത്സരങ്ങൾ പൂർത്തിയായതായാണ് മനസ്സിലാക്കുന്നത്. വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ റിസൾട്ട് വന്നാൽ അതിനൊപ്പം അപ്പീലുകൾ ഉണ്ടെങ്കിൽ അപ്പീലുകളുടെ റിസൾട്ടും ഗ്രേഡുകളും നൽകി കഴിഞ്ഞാൽ വരുന്ന അന്തിമ ഫലമായിരിക്കും കലോത്സവത്തിലെ വിജയിയെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ചെറിയ പോയിന്റ് വ്യത്യാസം വന്നാൽ തന്നെയും കണ്ണൂരിന്റെ 1ാം സ്ഥാനത്തിന് ഇപ്പോൾ ഭീഷണി തട്ടാനുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നില്ല. പുതിയ റിസൾട്ട് പ്രകാരം 1018 പോയിന്റ് ഇപ്പോൾ കണ്ണൂർ നേടിയിട്ടുണ്ടെന്ന് കാണുന്നു. 1013 പോയിന്റ് തൃശ്ശൂർ നേടിയിട്ടുണ്ട്. ചെറിയ മുന്നേറ്റങ്ങൾ കാണുമ്പോഴും അന്തിമ ഫലം ഇപ്പോഴും പ്രഖ്യാപിച്ചില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രധാന വേദിയിൽ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. വൻ ജനാവലി തന്നെ ഇവിടെ ഈ സമാപന സമ്മേളനം കാണാൻ എത്തിയിട്ടുണ്ട്. വൈകിട്ട് മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വിജയികൾക്ക് സമ്മാനം കൈമാറുക, സ്വർണ്ണക്കപ്പ് കൈമാറുക. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ മേളയുടെ സമാപനം ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുന്നത്. നിയമസഭാ സ്പീക്കർ AN ഷംസീറും ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തും. എന്തായാലും തൃശ്ശൂർ ആകെ മോഹൻലാലിനെ കാണാനും വിജയികളെ കാണാനും അനുമോദിക്കാനുമായി തേക്കിൻകാട് മൈതാനിയിലെ ഈ പ്രധാന വേദിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് സമാപന സമ്മേളനം. ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അജിംസ്, ശരി. നടരാജ് പരശുറാമാണ് വിവരങ്ങൾ.